എല്ലാവർക്കും മെക്കാനിക് വ്ളോഗറിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇപ്പോൾ വരുന്ന കാറുകളും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പോൾ ഇതിനുണ്ടാകുന്ന പ്രോബ്ലംസും ഒരു ഡിഫറെൻറ്റ് ലെവലാണ്. ഇതിനെ മനസ്സിലാക്കാനും നമുക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ ടിപ്പിക്കലായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ള വളരെ പ്രധാന ഘടകമാണ്. ഇത് നമ്മളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഇത് ഓടിക്കുന്ന ആൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ കാറ് ലെക്സസ് 570, ഇതിൻ്റെ പ്രോബ്ലം ഇപ്പോൾ ആൾ ഇവിടെ ദമാമിലുള്ള ആളാണ്. റിയാദിലോട്ട് ആൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പ്രാവശ്യമാണ് എൻജിൻ ടെമ്പറേച്ചർ കൂടിയിട്ട് നിർത്തിയിട്ട് കൂളാവുന്നു, പിന്നെ ഓടിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിനുള്ള പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടെമ്പറേച്ചർ കൂടുന്നു, കൂടാതെ മിസ്സിങ്. ഈ ഒരു 2 പ്രോബ്ലം ഒരു മെക്കാനിക്കൽ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. എന്താണ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാതെ കാർ ഓടിക്കുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എൻജിൻ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥയിൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ ഒരു ലെക്സസിൻ്റെ എൻജിൻ പ്രോബ്ലം ആയിക്കഴിഞ്ഞാൽ ഇതിന് റിപ്പയർ ചെയ്യാൻ വരുന്ന ഒരു ബഡ്ജറ്റ് എത്രയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിനെ ഇതേ സമയം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ആണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഒരു കാരണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു മിസ്സിങ് കറക്റ്റായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ചെറിയൊരു മിസ്സിങ് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബ്രേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പോൾ ഉള്ള ആ മിസ്സിങ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞു 2 പ്രോബ്ലംസാണ് ഇവിടെ വരുന്നത്. എൻജിൻ ടെമ്പറേച്ചർ കൂടുന്നതും അതുപോലെ തന്നെ മിസ്സിങ്ങും. ആദ്യം തന്നെ നമുക്ക് എൻജിൻ ടെമ്പറേച്ചറിലോട്ട് വരാം. നിങ്ങൾ മനസ്സിലാക്കണം, എൻജിൻ ടെമ്പറേച്ചർ അധികമാവുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്റർ ക്യാപ്പ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അതായത് റേഡിയേറ്റർ ക്യാപ്പിൻ്റെ പ്രഷർ വാൾവ് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. ഇത് കാരണമാണ്. റേഡിയേറ്റർ ക്യാപ്പിൻ്റെ പ്രഷർ വാൾവ് കറക്റ്റായി വർക്കായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? റേഡിയേറ്റർ ഉള്ളിലെ കൂളൻ്റ് കാർ റൺ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആവുന്നു. ഇത് സ്വാഭാവികമായിട്ട് മുകളിൽ വരുന്നു. പ്രഷർ വാൾവ് റേഡിയേറ്റർ ക്യാപ്പിൻ്റെ കറക്റ്റായി വർക്ക് ആവുന്നില്ലെങ്കിൽ ഈ കൂളൻ്റ് എന്ത് ചെയ്യുന്നു? പുറത്തു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് നേരെ റിസർവോയറിലോട്ട് എത്തുന്നു. റിസർവോയറിൽ നിന്ന് ഓവർഫ്ലോ ആയി പുറത്തു പോകുന്നു. അങ്ങനെ കൂളൻ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്നു. ഇങ്ങനെയാണ് എൻജിൻ ടെമ്പറേച്ചർ കൂടുന്നത്. റേഡിയേറ്റർ ക്യാപ്പിൻ്റെ പ്രഷർ വാൾവ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൂളൻ്റ് അവിടെ തന്നെ നിൽക്കുന്നു, അതായത് റേഡിയേറ്റർ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതിനുള്ള കാര്യം. ഈ ഒരു ക്യാപ്പ് കാരണം ഇതിന് ഒരു എൻജിൻ മൊത്തമായി നമ്മൾ പണിയെടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് ഇത് എത്തിച്ചേക്കാം. സോ ഇത് കാരണമാണ് നിങ്ങളിലോട്ട് നമ്മളൊരു ഫസ്റ്റ് പോയിൻ്റ്, നമ്മൾ 2 പ്രോബ്ലംസാണ് ഈ കാറിൽ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, റേഡിയേറ്റർ ക്യാപ്പ്. അപ്പോൾ റേഡിയേറ്റർ ക്യാപ്പ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ 1 lakh കിലോമീറ്റേഴ്സിൽ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം ചേഞ്ച് ചെയ്യുക. രണ്ടാമത്തെ പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ മിസ്സിങ് ഇഷ്യൂ വരുന്നത് കോയിൽ പ്രോബ്ലം ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ കോയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര സ്മൂത്തായിട്ടാണ് ഇപ്പോൾ എൻജിൻ ഇല്ലെന്നില്ല. അപ്പോൾ ആ മിസ്സിങ്ങും അതുപോലെ തന്നെ ഇനി ഹീറ്റിംഗ് പ്രോബ്ലം ഒന്നും വരില്ല. നമുക്ക് ഇനി എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. സോ ഇപ്പോൾ എല്ലാ പ്രോബ്ലംസും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിലുപരി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. ആൻഡ് സീ യു ഇൻ അദർ വീഡിയോ. شوف النفر هذا طول بس على طول وقف في الشارع ما بيفكر نفر ورا ما في نفر. معقول يعني ما يروح